കൈതക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഗവൺമെൻറ് LPS ഉണ്ട്. അപ്പോൾ അവിടെ 2 കുട്ടികൾ പഠിക്കുന്നു. ആ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛൻ എയ്ഡ്സ് വന്ന് മരിക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങ് പ്രചരിച്ചിട്ട് ഈ കുട്ടികൾക്കും എയ്ഡ്സ് ഉണ്ടെന്നുള്ള ധാരണയിൽ രക്ഷകർത്താക്കൾ മൊത്തം ഇളവി വശമായി കുട്ടികളെ പുറത്താക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 കുട്ടികളെ ഒരു രോഗത്തിൻ്റെ പേരിൽ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നത് ഈ ഇഷ്യൂവിലാണ്. അപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മുടെ കേരളത്തിലേക്ക് വിളിക്കുന്ന ഒരു അവസ്ഥ വന്നു. എന്താണ് ഈ കുട്ടികളുടെ അവസ്ഥ, എന്തുകൊണ്ട് 2 പിഞ്ചു കുഞ്ഞുങ്ങളെ പുറത്താക്കി എന്നുള്ള ഇഷ്യൂ. അപ്പോൾ പെട്ടെന്ന് മിനിസ്ട്രിക്ക് ഇതിന് ബദൽ സംവിധാനം ഉണ്ടാക്കേണ്ട അവസ്ഥ വന്നു. ആ ബദൽ സംവിധാനം എന്ന് പറഞ്ഞൊരു അധ്യാപന പോസ്റ്റ് ചെയ്താലേ വേറെ വഴിയില്ല. അപ്പോൾ എന്നോട് വില്ലിങ്നെസ് ചോദിച്ചപ്പോൾ എനിക്കതിനകത്ത് ഭയമില്ല, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ തന്നെ നേരിട്ട് അധ്യാപകനായിട്ട് ആ കുട്ടികളുടെ സ്കൂളിലെ അധ്യാപകനായിട്ട് പോസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്ന് അവരുടെ വീട് തന്നെ സ്കൂളായിട്ട് ഡിക്ലെയർ ചെയ്തു. ഒരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു. 2002 ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. ലഹരി ഉപയോഗത്തിൽ 10 പേർക്ക് HIV ബാധയുണ്ടെന്ന വാർത്ത ഈ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥനിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്നില്ല. എയ്ഡ്സ് ബാധയുടെ പേരിൽ ഒരു നാട് തന്നെ ഒറ്റപ്പെടുത്തിയ 2 കുട്ടികളെ ഓർമ്മയില്ലേ? കൊല്ലം സ്വദേശികളായ ബെൻസണും ബെൻസിയും. ഒരു സമൂഹം ഒന്നാകെ അവരെ മാറ്റി നിർത്തിയപ്പോൾ ചിറക്കര മധു അവരെ ചേർത്ത് പിടിച്ചു. അവരുടെ അധ്യാപകനായി. അധ്യാപക ജീവിതത്തിന് വിരാമമിട്ട മധു പിന്നീട് എക്സൈസ് ഇൻസ്പെക്ടറായി. മുമ്പ് സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേർത്തലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്നത് 2015 എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞങ്ങൾ മയക്കുമരുന്ന് കേസിൽ ഒരു ആളിനെ പിടിച്ചപ്പോൾ അയാൾ ഞങ്ങളോട് പറയുകയുണ്ടായി, സാറേ ഞാൻ എയ്ഡ്സ് ബാധിതനാണ്, സൂക്ഷിച്ചില്ലേ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ ഞങ്ങളെ ഭയപ്പെടുത്തിയാണ് അങ്ങനെ സംഭവം. അപ്പോൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞതാ ഇഞ്ചക്ഷൻ എടുത്ത് പലരിൽ നിന്നും പകർന്നതാണെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. 10 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ആദ്യത്തെ ഇഷ്യൂ ഒന്നുമല്ല, കേരളത്തിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഇഷ്യൂ ഒന്നുമല്ല. ഇത് വളരെയധികം എണ്ണം കൂടി എന്നുള്ളതാണ് ഇതിപ്പം നമുക്ക് ത്രെട്ടനിങ് ആയിട്ട് ഭീകരമായിട്ട് തോന്നുന്നത്. മയക്കുമരുന്നുകൾ കുത്തിവെക്കാനുള്ള സിറിഞ്ച് ഏതാണെന്ന് ഇവർ നോക്കാറില്ല. അവർക്ക് ലക്ഷ്യം ലഹരി മാത്രം. ഇത്തരം ദുരന്തങ്ങൾ നേരിട്ട് കണ്ട മധു പറയുന്നു, എനിക്ക് ഇന്ന് മരുന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ആരാന്ന് പോലും നോക്കത്തില്ല. അപ്പോൾ നമ്മളൊരു സിറിഞ്ചിനകത്ത് നിറയ്ക്കുന്നത് ഒരു 4-5 മില്ലി നിറയ്ക്കുമ്പോൾ 1 മില്ലിയാണ് എനിക്ക് വേണമെങ്കിൽ ഞാനൊരു മില്ലി എടുക്കുന്നു, നിങ്ങളൊരു മില്ലി എടുക്കുന്നു, അദ്ദേഹം മില്ലി എടുക്കുന്നു, വേറെ ആൾ എടുക്കുന്നു. നിങ്ങൾ ആരാന്ന് പോലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം അത്ര ഭയങ്കരമായിട്ടുള്ള ആ ഒരു അടിമത്വം. എനിക്കിത് കിട്ടിയേ പറ്റൂ, എനിക്ക് മറ്റ് അപകടമൊന്നും എനിക്ക് എൻ്റെ പ്രശ്നമല്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് ഈ കുത്തിവെപ്പിനെ അപകടകരമായി അവർ കാണാത്തതിൻ്റെ പ്രശ്നം. അതാണ് മയക്കുമരുന്ന് ഉപയോഗത്തിലൂടെയുള്ള HIV തടയാൻ നൂതന മാർഗങ്ങൾ വേണ്ടിവരുമോ എന്ന ആശങ്കയും ഈ മുൻ എക്സൈസ് ഉദ്യോഗസ്ഥൻ പങ്കുവെക്കുന്നു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.